ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ് ടോപ്പ് 5 സ്റ്റോറി ഗെയിംസാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. മൊബൈലിൽ കളിക്കാൻ പറ്റിയ ഓഫ്ലൈനായിട്ടുള്ള, എന്നാൽ വലിയ സൈസൊന്നും ഇല്ലാത്ത 2GB 3GB 4GB റാമിൽ കളിക്കാൻ പറ്റുന്ന ഓഫ്ലൈനായിട്ടുള്ള വെറും 500 MBക്ക് താഴെയുള്ള ഗെയിംസാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നല്ലൊരു ഗെയിംസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ടോപ്പ് 5 ഗെയിംസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നല്ല സ്റ്റോറി ആയിട്ടുള്ള, ചില ഗെയിംസ് നല്ല ഉണ്ടാവും, ചില ഗെയിംസ് അത്യാവശ്യം നല്ല ഗ്രാഫിക്സോടെ തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗെയിംസാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്ലേ സ്റ്റോറിൽ അടിച്ചു കൊടുക്കാൻ പറ്റിയ ഗെയിംസാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യണം. ഓണാക്കിയിട്ട് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. ലൈഫ് ഈസ് സ്ട്രേഞ്ച് 2 ഉണ്ട്. ഇതാണ് ലൈഫ് ഈസ് സ്ട്രേഞ്ച് എന്ന് പറഞ്ഞ് അത്യാവശ്യം നല്ല സ്റ്റോറിയുള്ള ഗെയിം തന്നെയാണ് ഗൈസ്. ഇതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കരച്ചിലൊക്കെ ഉള്ളതാണ്. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഓഫ്ലൈനായിട്ടാണ് വരുന്നത്. ഓഫ്ലൈനും കളിക്കാം, ഓൺലൈനും കളിക്കാം. ഇപ്പോൾ ഈ ഗെയിമിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ വെറും 1GB റാമേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 2GB 3GB കളിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്റ്റോറി ഗെയിമാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഈ ഗെയിം നല്ലതാണ്. ഇത് നല്ല ഓഫ്ലൈനായിട്ടുള്ള ഗെയിമാണ്. അപ്പോൾ ഈ ഗെയിം ഫുള്ളി ഓഫ്ലൈനായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കളിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ലിസ്റ്റിലെ സെക്കൻഡ് ഗെയിമിലേക്ക് വരാം. സെക്കൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളിയൊന്നും അല്ലെങ്കിലും ഏതായാലും എനിക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ഗെയിമുകളുടെ സ്റ്റോറീസ് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഗെയിമിൻ്റെ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിനെതിരായതുകൊണ്ട് സ്റ്റോറി നിങ്ങൾ കളിച്ച് തന്നെ നോക്കിയാൽ മതി. അതെനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. അപ്പം അടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ ലൈഫ് ഈസ് മ്യൂസിക്കാണ്. ഇതൊക്കെ പ്ലേ സ്റ്റോറിൽ തന്നെ കിട്ടും. ഈസ് മ്യൂസിക്, ലൈഫ് ഈസ് മ്യൂസിക്, ലൈഫ് ഈസ് മ്യൂസിക്, ലൈഫ് ഈസ് മ്യൂസിക്, ലൈഫ് ഈസ് മ്യൂസിക്. ആണ് നമുക്കിങ്ങനെ ലൈഫ് ഈസ് മ്യൂസിക് ഇത് തന്നെയാണ് ഗെയിം. ലൈഫ് ഈസ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്റ്റോറി ബേസ്ഡ് ഗെയിം തന്നെയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഗെയിം ആണെങ്കിൽ ഈ ഗെയിം എടുക്കാം. വെറും 115 MB സൈസ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. ഗെയിം ഫുള്ളി ഓഫ്ലൈനാണ്. ഓഫ്ലൈനായിട്ട് ഇതിന് കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഫുള്ളി ഓഫ്ലൈനാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊക്കെ നല്ല രീതിയിലൊരു അത്യാവശ്യം നല്ല സ്റ്റോറി ബേസ്ഡ് ഗെയിം കളിക്കണമെങ്കിൽ ഇത് നല്ലൊരു ഗെയിം തന്നെയാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ സ്റ്റോറി ഒന്നും അല്ലെങ്കിലും കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള, എന്നാൽ ഓഫ്ലൈനും ആയിരിക്കണമെന്ന് പറയുന്ന ഗെയിം, എന്നാൽ കുറച്ച് ഷൂട്ടിങ്സും വേണം, കുറച്ച് അഡ്വഞ്ചറും വേണം എന്നൊക്കെയുള്ള ഗെയിംസ് ആണെങ്കിൽ ഇതാണ് ആ ഗെയിം. ATSS 1 ATSS ഷൂട്ടിംഗ് ഗെയിമാണ്. ATSS 1 അല്ല, ATSS 2 അല്ല. ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇതെടുത്തിട്ട് ATSS 1 എടുക്കാൻ പറ്റും. ഇതാണ് ATSS 2 എന്ന് പറഞ്ഞ ഗെയിം. ഫുള്ളി ഓഫ്ലൈനാണ്. ഗെയിമിൻ്റെ സൈസ് 213 MB മാത്രമേ ഉള്ളൂ. ഫുള്ളി ഓഫ്ലൈനാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് പല മാപ്പ് കാണാൻ പറ്റും. പല മാപ്സ്, ഫുള്ളി കാടൊക്കെ ആയിട്ടുള്ള കുറേ ലെവലൊക്കെ പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാട് ഏരിയകൾ, അതായത് കുറച്ച് ജംഗിൾ ടൈപ്പ് ഏരിയകളും പാർക്കോർ ഫുള്ള് നല്ല ഇതൊക്കെ ആയിട്ടുള്ള നല്ല അഡ്വഞ്ചേഴ്സൊക്കെ ആയിട്ടും നല്ല കട്ട മോൺസ്റ്റേഴ്സ്, റോബോട്ട്സിനൊക്കെ ആയിട്ട് ഫൈറ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഗെയിം ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ഗെയിം ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത ഗെയിമാണ് നമ്മുടെ അടുത്ത ഗെയിം ഞാൻ പറയാൻ പോകുന്ന ഒരുവിധ ആൾക്കാർക്കെല്ലാം അറിയാവുന്നതായിരിക്കും. അടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതൊരു ഞാൻ അടുത്ത ഗെയിം പറയാം. ഓഷ്യൻ
ഓഷ്യൻ ഇസ് ഹോം എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. പക്ഷേ അപ്പോൾ ഇത് സർവൈവൽ ഗെയിമാണ്. അതായത് നിങ്ങൾക്കതിനകത്തൊന്നും അത്രയ്ക്കൊന്നും ചെയ്യാൻ സ്റ്റോറിയൊന്നും അല്ല. നിങ്ങളൊരു സാധാ വീട്ടിൽ താമസിക്കുന്നു. നിങ്ങളൊരു ദിവസവും നിങ്ങളുടെ വീട്ടിൽ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് കാർ റിപ്പയർ ചെയ്യുക, വീടൊക്കെ അടച്ച് പൂട്ടി കാറും കൊണ്ട് ഓടിക്കുക, കടയിൽ പോയി സാധനം മേടിക്കുക, ഇതൊക്കെയാണ് ഇതിനകത്ത്. നിങ്ങളൊരു ജസ്റ്റ് ഒരു ഐലൻഡിലാണ്. ആ ഐലൻഡിൽ നിങ്ങൾക്ക് എക്സ്പ്ലോറൊക്കെ ചെയ്യാം. അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉള്ള ഒരുവിധം നല്ല ഗെയിമുള്ള ഓഫ്ലൈൻ ആയിട്ടുള്ള ഗെയിമാണ് ഗൈസ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. പിന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് ഒരു ഗെയിം പറയുന്നതായിരിക്കും ബോണസായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഗെയിം അത്യാവശ്യം നല്ലൊരു ഗെയിം തന്നെയാണ് ഗൈസ്. ഒരുവിധം നല്ല ഗെയിം തന്നെയാണ്. ഇനി നിങ്ങൾക്കൊരു ഓപ്പൺ വേൾഡ് ആയിട്ടുള്ള ഗെയിമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഇവിടെ തന്നെ വന്നായിരുന്നു. അപ്പം അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേ പാക്ക് 2 എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഇത് ഞാൻ ജസ്റ്റ് പണ്ട് കുറേ കളിച്ചിട്ടുള്ളൊരു ഗെയിമായിരുന്നു. GTA 5 ഒക്കെ മൊബൈലിൽ ഇല്ലാത്ത സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ കളിച്ചിട്ടുള്ളൊരു ഗെയിമാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഓപ്പൺ വേൾഡും നല്ല ഇതിനകത്ത് ഒരുവിധം നല്ല കാർസും നല്ല ഓപ്പൺ വേൾഡായിട്ടുള്ള മിഷൻസും നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും. ടാങ്ക് മിഷൻ, അങ്ങനെ കുറേ മിഷൻസ്, ലംബോർഗിനി കാറൊക്കെ ഉണ്ട് ഇതിനകത്ത്, റോക്കറ്റിൻ്റെ കാർ, അങ്ങനെ പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഗെയിം ജസ്റ്റ് ഓഫ്ലൈനാണ്. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഗെയിം ഫുള്ളി ഓഫ്ലൈനാണ്. നല്ല പുതിയ ലെവൽസ് ഉണ്ട്, നല്ല ഇതുണ്ട്, നല്ല സ്റ്റോറി അല്ല എന്നാലും നിങ്ങൾക്ക് ഗാങ്സ്റ്റർ പോലത്തെ GTA 5 ഒക്കെ പോലത്തെ ഒരു ഗെയിമാണ്. ഓപ്പൺ വേൾഡ് ആയിട്ടുള്ള ഗെയിമാണ്. വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ